ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെർബോ മെയ് 23 റിലീസാവാൻ പോകുന്ന പടമാണ്. ഗംഭീര ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ ഏകദേശം പ്രീ സെയിൽ കളക്ഷൻ 1 കോടി രൂപ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ജർമ്മനിയിലായാലും പല രാജ്യങ്ങളിലും, മിഡിൽ ഈസ്റ്റിലായാലും എല്ലാ സ്ഥലത്തും ഗംഭീര ബുക്കിംഗ്. യൂറോപ്യൻ കൺട്രീസിലായാലും എല്ലാ സ്ഥലത്തും ഗംഭീര ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 കോടി രൂപ പ്രീ സെയിൽ കളക്ഷൻ പിന്നിട്ടിരിക്കുകയാണ് പടം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത്, രാഗത്തിൽ ബുക്ക് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഷോ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള തിയേറ്ററിലൊക്കെ ടിക്കറ്റുകളുണ്ട്. ഫുള്ളൊന്നും പിന്നെ ഫസ്റ്റ് ഷോ ഫുള്ളൊന്നും ആയിട്ടില്ല. അതിന് 1 വീക്ക് സമയമുണ്ട്. വേൾഡ് വൈഡ് പ്രീ സെയിൽ കളക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലാവില്ല, വേൾഡ് വൈഡ് പ്രീ സെയിൽ കളക്ഷൻ ആണെന്ന് തോന്നുന്നു എനിക്ക്. എനിവേ ഗംഭീര പ്രതീക്ഷയിലാണ് എല്ലാവരും ഈ പടത്തിനെ കാത്തിരിക്കുന്നത്. മമ്മൂക്കയ്ക്ക് ഒരു 100 crores ഈ പടത്തിലൂടെ വിരിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഈ ഹൈപ്പ് ഗുണം ചെയ്യില്ലേ? പടം എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് എടുക്കേണ്ട പടം തന്നെയായിരിക്കും. ആ ജാതി സാധനങ്ങൾ അതിലുണ്ട്. മേക്കിംഗ് രീതി വൈശാഖാണ്, മിഥുൻ മാനുവലാണ്. സംഭവം ഒരു ആവറേജ് അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ കത്തും. അല്ലാത്ത പക്ഷം ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ നമുക്കറിയാം, പല മോഹൻലാൽ പടങ്ങളൊക്കെ അങ്ങനെ വന്നിട്ട് അമിത പ്രതീക്ഷയാണ്. അപ്പോൾ അതൊരു എല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റിൽ പടം കാണാൻ പോവുക. ഒരു നല്ല പടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം ഉണ്ടായിരിക്കും. അപ്പോൾ ദി ബെസ്റ്റ് ടെർബോ ടീം നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് മുമ്പിൽ എടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം കേട്ടോ. ഒരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് പറഞ്ഞതല്ല. എന്തായാലും മമ്മൂക്കയ്ക്ക് ഒരു 100 crores ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. നമ്മുടെ എല്ലാ പടം ഫസ്റ്റേ കാണുന്ന ഒരാളാണ്. ഫാൻ ബേസ് വേറെ. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ 3 ദിവസം കൊണ്ട് ഏകദേശം 35 crores ഇൻ കംപ്ലീറ്റിംഗ് 3 days. 3 ദിവസം കൊണ്ട് 35 കോടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് വേൾഡ് വൈഡ്. ഇന്നലത്തെ കളക്ഷൻ വേൾഡ് വൈഡ് ആവും. കേരള ബസ് 5 കോടി 2 ലക്ഷം രൂപയാണ്. അപ്പോൾ ഏകദേശം ഫാസ്റ്റസ്റ്റ് ആയിട്ട് ബ്ലോക്ക് ബസ്റ്റർ ആവുന്ന ഒരു പടം തന്നെയായിരിക്കും. 5 കോടി 5 ദിവസം കൊണ്ട് ഏകദേശം 50 കോടി കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം 3 ദിവസം കൊണ്ട് 35 കോടി അടിച്ചു വെച്ചെങ്കിൽ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഏകദേശം ഉറപ്പാണ് ഇന്ന് നാളെയായിട്ട് ഫാസ്റ്റസ്റ്റ് 50 crores ഇൻ ഫാസ്റ്റസ്റ്റ്. അപ്പോൾ ബേസിൽ ജോസഫ് പൃഥ്വിരാജ് അഗൈൻ ഒരു ഫാസ്റ്റസ്റ്റ് 50 crores ഭാഗമാണ്. പൃഥ്വിരാജ് ഓൾറെഡി ആടുജീവിതത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും വരാൻ പോവുകയാണ് 50 കോടി. അടുത്തൊരു ബ്ലോക്ക് ബസ്റ്ററും കൂടി രാജ്യമായിട്ട് ഒരു 2 മാസത്തിനുള്ളിൽ, ഫാസ്റ്റസ്റ്റ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ. പിന്നെ പടം കണ്ടിരുന്ന എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്തിരുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കൊരു ആവറേജ് ഫീലാണ് കിട്ടിയത്. ഇൻ്റർവ്യൂവിൽ ഞാൻ തകർത്ത് എൻജോയ് ചെയ്ത് കണ്ടു. ആഫ്റ്റർ ഇൻ്റർവ്യൂവിന് ശേഷം എൻ്റെ റിവ്യൂവിൽ എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വരിക. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് തോന്നിയത്. മെയ് 24 ഞാൻ പറയാൻ കാരണം 2 റീസൺ. മെയ് 23 ടെർബോ റിലീസായി നല്ല റെസ്പോൺസ് വന്ന പടം കത്തും. ഒരു ഏവറേജിന് താഴെയാണെന്നുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചാൽ മെയ് 24 2 പടങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എന്ത് സൂപ്പർ സ്റ്റാർ പടങ്ങൾ വന്നാൽ ലാലേട്ടനായ മമ്മൂട്ടിയിലെ നല്ല പടങ്ങൾ യൂത്തിൻ്റെ ആയാലും നല്ല സംവിധായകർ കൊണ്ടുവന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഒരു പ്രത്യേകത. ഒരു മെയ് 24 അതിന് 2 പടങ്ങൾ, 2 3 ഉണ്ട്. ഒരു ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കും. ധ്യാൻ ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് ചെയ്തൊരു പടമുണ്ട്. പടത്തെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ആ പടമുണ്ട്. മന്ദാകിനിയുണ്ട്. അല്ലാർക്കലി മരക്കാർ അൽത്താഫ് സലീമിൻ്റെ മന്ദാകിനിയുണ്ട്. വിനോദിയുടെ സംവിധാനം ചെയ്യുന്ന തലവനുണ്ട്. ജിസ് ജോയ് സംവിധാനം ചെയ്യുന്ന ബിജു മേനോൻ, ആസിഫ് അലിയുടെ. 2 ആൾക്കൊരു കംബാക്ക് ആവശ്യമാണ്. പടത്തിൻ്റെ ട്രെയിലർ നമ്മൾ കണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എത്രമാത്രം സാധ്യതകൾ. എല്ലാ പടവും വിജയിക്കട്ടെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ഇൻഡസ്ട്രിയുടെ തേരോട്ടം ഈ മാസം മെയ് മാസത്തിൽ നടക്കട്ടെ. എന്തായാലും ഒരു 50 കോടി ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഈ മെയ് മാസത്തിലാണെങ്കിൽ പടങ്ങളൊന്നും മോശമുള്ള പടങ്ങളായിരുന്നില്ല. നടികറായാലും ആവറേജ് കിട്ടി. എൻ്റെ പേഴ്സണൽ ആവറേജ് അപ്പോൾ ഉണ്ടായിരുന്നു. മലയാളി ഫ്രമിൻ്റെ ശരിക്കും എൻജോയ് ചെയ്ത് കണ്ട പടമാണ്. പടമൊക്കെ എന്തായാലും നല്ല രീതിയിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. നിർമ്മാതാവിനെ പ്രൊട്ടക്റ്റ് ആവുന്ന രീതിയിൽ കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കും. നടികരുടെ കേസിൽ മാത്രമാണ് ഹൈ ബജറ്റ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അത്യാവശ്യം കളിച്ചിട്ടുണ്ട് പടങ്ങൾ. ഒരാഴ്ചക്ക് അത്യാവശ്യം ആളുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത മാസം കിടക്കുമ്പോൾ പിന്നെ തിരുമാനി എന്ന പടം വേറൊരു രീതിയിൽ വേറെ ജോണറിൽ വന്ന പടം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഡിഫറെൻറ്റ് ജോണറിൽ മലയാളത്തിൽ പടം വരുന്നു. വേറെ ഫീൽ ഗുഡ് പടം എന്ന് ഗുരുവായൂരം വരുന്നത് വീണ്ടും ടെർബോ, മന്ദാകിനി, തലവൻ, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ പടം. ധ്യാൻ ശ്രീനിവാസൻ്റെ പടം നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ആളെന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളൂ, ആളെന്ന് അഭിനയിക്കുന്നു. അപ്പോൾ അതൊരു ഗംഭീര സംഭവമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവം വെച്ചാൽ ബിഗ് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അത് ഏകദേശം ഒക്ടോബർ 10 പടം ഉണ്ടാവുക. 2024 കുഞ്ചാക്ക ബോബൻ, ഫഹദ് ഫാസിൽ
അമൽ നീരജ് സംവിധാനം ചെയ്യുന്ന പടമാണ്. ഒരു ക്ലാഷ് ആണെന്ന് കേൾക്കുന്നു ലാലേട്ടൻ്റെ ഒരു പടമായിട്ട്. പിന്നെ ടീം അമൽ നീരജ്, സുഷിൻ ഷാ, മാനന്ദ് ചന്ദ്രൻ, വിവേക് ഹർഷ്. ഇവരൊന്നിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ഫയർ പടത്തിലുണ്ടായിരിക്കും. അമൽ നീരജിൻ്റെ പടത്തിന് പ്രത്യേകത ഉണ്ട്, നമുക്ക് അറിയേണ്ട. ഈ ഫഹദ് ഫാസിലും കുഞ്ചാക്കോയും കൂടി ചേർന്ന സമയത്തും അതിലെന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കൊണ്ടുവരും. കുഞ്ചാക്കോൻ ലാസ്റ്റ് ഇറങ്ങിയ പടം ചാവ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമായിരുന്നു ടിനി വാപ്പച്ചൻ്റെ. പക്ഷെ ആ ബോക്സ് ഓഫീസിൽ അത് അത്രമാത്രം വിജയിച്ചില്ല. അത് വേറൊരു എക്സ്പെക്ടേഷൻ വന്നുകൊണ്ടായിരിക്കും. പക്ഷെ ഗംഭീര മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇവര് കൂടി വരും. അതിൽ കുഞ്ചാക്കോയുടെ ക്യാരക്ടറാണ് ഞാൻ പറയാൻ കാരണം. അമൽ നീരജ് കൂടി അടുത്തൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് സംഭവം നൈസായിരിക്കും. ഒരുപാട് പടങ്ങൾ വെയിറ്റിംഗ് ആണ്. മെയ് മാസം ലാസ്റ്റോടു കൂടി, അടുത്ത മാസത്തോടു കൂടി ഒരുപാട് പടങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ തെന്നിന്ത്യയിൽ നിന്ന് ഒരുപാട് പടങ്ങൾ വരാനുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നിന്ന്, തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും 2-3 പടങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ. എൻ്റെ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. നമുക്കത് ആ സമയത്ത് അടുത്തൊരു വീഡിയോയിൽ പറയാം. അവർ തന്നെ എടുത്തു പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ബാരോസ് റിലീസിനെത്തുന്നു. ലാലേട്ടൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പേരും അന്ന് ശോഭനയായിട്ട് ഒന്നിക്കുന്ന പടമാണ്. എവർഗ്രീൻ ടീം ഒന്നിക്കുന്ന ഫിലിം. അടുത്ത പടം അതായിരിക്കും ബാരോസിന് ശേഷം. അതിനുശേഷം നമ്മുടെ റാം 2ൻ്റെ ഷൂട്ടിങ് ഏകദേശം 2 ഷെഡ്യൂളുള്ളൂ. അത് കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ടിൻ്റെ ഷൂട്ടിങ് കുറച്ചും കൂടി എവിടെ ടുണീഷ്യയിൽ, അത് 2 മുതൽ തുർക്കിയിൽ 2-3 രാജ്യങ്ങൾ പറഞ്ഞാൽ അവിടെ നടക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ ഈ വർഷം തന്നെ പടം റിലീസിനുണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അടുത്ത് വരാൻ പോകുന്ന പടങ്ങൾ തരുൺമൂർത്തി പടവും റാമുമാണ് ബാരോസിന് ശേഷം. ഏകദേശം അതിൻ്റെ കാര്യങ്ങൾ കൺഫേം ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാരോസ് എന്തായാലും ഒരു 3D മൂവിയാണ്. അത് കുട്ടികളെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നൊരു മൂവി തന്നെയായിരിക്കും. ആ രീതിയിൽ നമുക്ക് കാണേണ്ട കാര്യമുള്ളൂ. വെച്ചാൽ ലാലേട്ടൻ സംവിധാനം ചെയ്യുന്നൊരു പടമാണ്. വേൾഡ് വൈഡ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് റിലീസുകളുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ റിലീസ് ഉണ്ട്. അത് ലാലേട്ടൻ എന്നൊരു വ്യക്തി, അതുപോലെ തന്നെ നടൻ, ഡയറക്ടറൊക്കെ ചെയ്യുന്ന ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ പടത്തിന്റെ പേരിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു 3D മൂവി, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പടം തന്നെയായിരിക്കും. അതിനുശേഷം വരെ തരുൺമൂർത്തി പടം നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള പടമാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞില്ല, ബെൻസ്റ്റാജിന്റെ പടത്തിനെ കുറിച്ചുള്ള പടത്തിന് ഡേറ്റ് കൊടുത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സ്ക്രിപ്റ്റ് വെച്ച് ഡെവലപ്പ് ചെയ്യുന്നൊരു പടമാണ്. അപ്പോൾ അത് ഗംഭീര പ്രതീക്ഷയാണ്. പിന്നെ ശോഭനയും കൂടി ഒന്നിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് റാമും കൂടി വരുമ്പോൾ എത്ര കാലമായി വെയിറ്റ് ചെയ്യുന്നു റാമിന്, കൊറോണയ്ക്ക് മുമ്പ്. അപ്പോൾ തൃശ വരുന്നു. സെക്കൻഡ് പാർട്ട്, ഇത് 2 പാർട്ടാണ് ആദ്യം റിലീസ് ചെയ്യുക. സെക്കൻഡ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം, വളരെ കുറച്ചുള്ളൂ. അപ്പോൾ ഈ 2 പടങ്ങളും വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾ വരുന്നത്, മമ്മൂട്ടിയുടെ പടം വരുന്നുണ്ട്, സുരേഷ് ഗോപിയുടെ പടം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇൻഡസ്ട്രി ഇങ്ങനെ അതിർത്തില്ല തറച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾ പുതിയ ഫിലിം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക. അപ്പോൾ എൻ്റെ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, വായിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്താണ്. ഇതിൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് പറയാമായിരിക്കും. 1-2 ആൾക്കാർ പേഴ്സണൽ എന്നോടൊക്കെ ചോദിച്ചു, നമ്മൾ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന ആളത് താങ്കൾ പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. താങ്കൾ കാണേണ്ടത് 2 ആൾക്കാർ കണ്ടോട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.